നമ്മൾ ഈ കാര്യത്തെ പറ്റി പറയുന്നത്, ഈ ലോകത്തുള്ള എല്ലാ മതങ്ങളും മനുഷ്യരെ ഡിപ്രസ്ഡ് ആക്കുക, കുറ്റബോധമുള്ളവരാക്കുക, ഗിൽറ്റ് കോൺഷ്യസ്. അതുപോലെ അവരെ തന്നെ ചെറുതായിട്ട് കാണുക, ഒരു ഡൂംസ് ഡേയെ പ്രതീക്ഷിക്കുക. നമ്മൾ ശിക്ഷാവിധിക്ക് അർഹരാണ്, നമ്മൾ നശിക്കുകയുള്ളൂ, ഇന്നല്ലെങ്കിൽ നാളെ അത് വരും. എന്താണ് ഡൂംസ് ഡേ? അപ്പൊ ആ തരത്തിലുള്ള മതങ്ങളുടെ പ്രചരണം അതന്നെയാണ് നമ്മൾ ഗ്ലോറിയസ് ഗോസ്പലിൽ തുറന്നു കാണി. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? പൗലോസ്ലീഹ ചോദിക്കുകയാണ്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ആരാണ്? ഉത്തരം നിങ്ങൾക്കറിയാവോ? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരാ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉത്തരവുണ്ടോ? ദൈവം അനുകൂലമാണെങ്കിൽ ഒരുത്തനും ഇല്ല പ്രതികൂലം. അതാണ് നമ്മുടെ പൊതുവായിട്ടുള്ള കൺവെൻഷണൽ ചിന്താഗതി. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം മതങ്ങളാണ്. മതം നമുക്ക് പ്രതികൂലമാണ്, ദൈവമാണ് അനുകൂലം. കാരണം മതം എപ്പോഴും ഏതാ? അല്ല, ദൈവം അനുകൂലം ഉണ്ടെങ്കിൽ അത് മതിയല്ലോ എന്ന്, മതമെതിരായാലും. അത് മതി. അപ്പൊ നമ്മൾ ആ ദൈവം അനുകൂലമാണെന്നുള്ള ബോധ്യത്തിലേക്ക് ജനങ്ങളെ എത്തിക്കാനാണ് നമ്മൾ ഇത് നടത്തി വെച്ചിരിക്കുന്നത്, തുറന്നു വെച്ചിരിക്കുന്നത്. ദൈവം നിങ്ങളെ കാണുന്നത് മറ്റു മനുഷ്യർ കാണുന്നത് പോലെയോ, മതങ്ങൾ നിങ്ങളെ കാണുന്നത് പോലെയോ, നിങ്ങൾ തന്നെ നിങ്ങളെ കാണുന്നത് പോലെയോ അല്ല ദൈവം നിങ്ങളെ കാണുന്നത്. ദൈവം നിങ്ങളെ കാണുന്ന വിധത്തിൽ നിങ്ങളും നിങ്ങളെയും മറ്റുള്ളവരെയും കാണുക എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ ആഹ്വാനം. അതാണ് സത്യസുവിശേഷം. ഈ സത്യസുവിശേഷമാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം വളരെ ദാരുണമായ ഒരു സംഭവം ഉണ്ടായി. നമുക്കറിയാം, അനീഷ് കാവാലം എന്ന് പറഞ്ഞ പാസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞു അദ്ദേഹത്തിന് ന്യൂയോർക്കിലുള്ള ഒരു പാസ്റ്റർ വീടും പറമ്പും കൊടുക്കാന്ന് പറഞ്ഞു, പക്ഷെ പേര് കിട്ടിയില്ല. ഇത് കേട്ടോണ്ട് ഈ വീടും പറമ്പും പ്രോമിസ് ചെയ്ത പാസ്റ്റർ പെട്ടെന്ന് ന്യൂയോർക്കിൽ നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇദ്ദേഹത്തിന് ഈ വീടും പറമ്പ് എഴുതി കൊടുക്കാൻ വേണ്ടി പോയി. ആ പോയ പോക്കിൽ അദ്ദേഹം ഒരു ആക്സിഡന്റിൽ ബാംഗ്ലൂർ വെച്ച് കൊല്ലപ്പെട്ടു. അദ്ദേഹം മരിച്ചു. പാസ്റ്റർ കുര്യൻ ജോർജ്. അദ്ദേഹം മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി വളരെ വികൃതമായി ഈ കർണാടകയിലെ ഏതോ ഒരു ആശുപത്രിയുടെ മോർച്ചറിയിൽ ഈ ചാക്ക് കയറുകൊണ്ടൊക്കെ ചുറ്റിക്കെട്ടി, കാലയിൽ പിന്നെ പെടലിക്കും പിന്നെ പള്ളക്കും ഒക്കെ കയറ് വലിച്ചു കെട്ടി ഇട്ടിരിക്കുകയാണ്. ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു അത് കണ്ട. ആ ചിത്രം പെന്തക്കോസ്തുകാർ തന്നെ എടുത്ത് പെന്തക്കോസ്തുകാരുടെ ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ചു. അപ്പൊ മൃതദേഹത്തോടുള്ള ഒരു മാന്യതയില്ല. എനിക്ക് ഈ പാസ്റ്റർ കുര്യൻ ജോർജുമായിട്ട് ഒരു ബന്ധവുമില്ല, അദ്ദേഹത്തെ അറിയില്ല. പക്ഷെ എനിക്ക് അതിൽ വളരെ ദുഃഖം തോന്നി. ഞാനവിടെ കമന്റ് എഴുതി, വളരെ മോശമാണ്, നിങ്ങൾ ഇതെന്താണ് ഇങ്ങനെ. പക്ഷെ പലരും പറഞ്ഞിട്ടായിരിക്കും പിന്നെ അവർ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തു. ഇതാണ് അവരുടെ മാന്യത. ഇപ്പൊ അവരെല്ലാം കൂടെ അവിടെ ഒരു റൂമിട്ട്, ക്ലബ് ഹൗസിൽ റൂമിട്ട് പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കണം അദ്ദേഹത്തിന്റെ ബോഡി അമേരിക്ക കൊണ്ടുവരും. ബോഡി അമേരിക്ക കൊണ്ടുവരുന്നതിനാ പ്രാർത്ഥിക്കുന്നേ? ബോഡിക്ക് തന്നെ വല്ലതും പറ്റുമോ? ചത്തുപോയി ശവമല്ലേ, ആ ശവം കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ഇവന്മാരുടെ ആ ഉടായ്പ് നിങ്ങൾ ഓർക്കണം, പ്രാർത്ഥിക്കണം. എന്നാൽ ഈ മരിച്ചുപോയ ആൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, അത് പ്രാർത്ഥിക്കുകയല്ല. നമുക്ക് ആ ബോഡി അമേരിക്കയിൽ എത്താൻ വേണ്ടി എല്ലാ ദൈവമക്കളും ശക്തമായി പ്രാർത്ഥിക്കണമെന്ന് ഞാനായിട്ടൊക്കെ കമന്റ് എഴുതി. വേണം എന്റെ കമന്റ് പറഞ്ഞ അവന്മാര് അയ്യോ ദേ വന്നിരിക്കുന്നു ഓടിക്കണം എന്നൊക്കെ പറഞ്ഞ് മറുപടി ഇട്ടു. നീയൊക്കെ ഞാൻ അവരുടെ റൂമിൽ പോയി കമന്റ് ഇട്ടു. ഒരാള് അപകടത്തിൽ മരിച്ചു. ഷട്ട് യുവർ മൗത്ത് ഇഡിയറ്റ്സ്. മൗനമാക്, പ്രാർത്ഥനാ നിരതരാകുക. വേണമെങ്കിൽ ആ വാങ്ങിപ്പോയി ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. അത് നിനക്ക് പറ്റില്ല. ഇപ്പൊ അവന് ഇൻഷുറൻസ് തുക കിട്ടാൻ വേണ്ടി ബോഡി അമേരിക്ക കൊണ്ടുവന്നാൽ ഇൻഷുറൻസ് പൈസ കിട്ടത്തുള്ളൂ. മനസ്സിലായോ? ഈ രാജ്യത്തിന് പുറത്തെവിടെ വെച്ചെങ്കിലും മരിച്ച ഒരു പൈസ അമേരിക്ക ഇൻഷുറൻസ് കിട്ടത്തില്ല. ബോഡി ഇവിടെ എത്തിയെങ്കിൽ അവർ ഇൻഷുറൻസ് കൊടുക്കത്തുള്ളൂ. അപ്പം ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി ബോഡി കൊണ്ടുവരണം. അതിനുവേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുക. നമുക്കെല്ലാം ശക്തമായി പ്രാർത്ഥിക്കാം. ബോഡി കൊണ്ടുവരണം. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ബോഡി വിമാനത്തെ കയറ്റി പോരത്തില്ലേ? അതോ ബോഡി വരുന്ന വഴിക്ക് ബോഡിക്ക് പനി പിടിക്കൂ? വിമാനാരെ ഈ കളിപ്പിക്കുന്നത്? അപ്പൊ ഈ രൂപത്തിലാണ് മതങ്ങൾ മനുഷ്യനെ വഞ്ചിക്കുന്നത്. ആ വഞ്ചനയിൽ നിന്നെല്ലാം നിങ്ങൾ മോചിതരായി യഥാർത്ഥ സുവിശേഷ സത്യം മനസ്സിലാക്കാൻ ഈ ക്രിസ്മസ് കാലയളവിൽ ഫെസ്റ്റിവൽ ഓഫ് ഇൻകാർണേഷൻ ആണ് ഈ സീസൺ. സോ ഞങ്ങൾ ആ സത്യം പ്രഖ്യാപിക്കുകയാണ്. ദൈവം നിങ്ങളെ കാണുന്നത് എങ്ങനെയാണെന്ന്. താഴെ ഒരാള് ഒരു ചോദ്യം ചോദിക്കുന്നത്, എങ്ങനെയാണ് അങ്ങനെ നേരെ ദൈവത്തിൽ എത്തുന്നത്?
ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കണേ. ദൈവത്തിന് നേരെ എത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നല്ല, നമ്മൾ ദൈവത്തിൽ തന്നെയാണ്. നമ്മൾ ദൈവത്തിൽ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകുകയാണ്. അല്ല നമ്മൾ ദൈവത്തിൽ എത്തുകയോ ദൈവത്തിൽ നിന്ന് പോവോ ഒന്നും ചെയ്യുന്നില്ല. അവനിലല്ലോ നിങ്ങൾ ജീവിക്കുകയും ചരിക്കുകയും ചെയ്യുന്നത് എന്ന് നിങ്ങളുടെ കവിവരന്മാർ തന്നെ പറയുന്നുണ്ടല്ലോ. ഏഥൻസിലെ പ്രസംഗത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ദൈവത്തിൽ തന്നെയാണ്, നിങ്ങൾ ദൈവത്തിൽ തന്നെയാണെന്നുള്ള സത്യമാണ് ഗ്ലോറിയസ് ഗോസ്പൽ പറയുന്നത്. നിങ്ങളെ ഞങ്ങൾ ദൈവത്തിലാക്കി തരാം എന്നുള്ള വ്യാജ വാഗ്ദാനമാണ് മതം കൊടുക്കുന്നത്. അച്ചായ, എനിക്ക് ഇപ്പൊ ഞാൻ ഒരു സ്തുതി പറയല്ല, ഈ മറ്റൊരു റൂമിൽ പോയിരുന്നാലൊന്നും നമുക്ക് കാര്യങ്ങളെ സംതൃപ്തിയാവുന്നില്ല. പക്ഷെ ഞാൻ ഇത് പറഞ്ഞപ്പം എന്റെ മനസ്സൊന്ന് സന്തോഷിച്ചു. കാരണം ഈ മതം പഠിപ്പിക്കുന്ന അന്ധത മനുഷ്യനെ എന്താണ് വളരെ ഇരുട്ടിലേക്ക് തള്ളിവിടുകയാണ്. എന്നാ ഇപ്പൊ അച്ഛൻ ഒരു വാക്ക് പറഞ്ഞല്ലോ, ഈ 17-ാം അധ്യായത്തിൽ പറയുന്ന കാര്യം സകലതും അവങ്കിലേക്കും അവനിലൂടെയും ബൈ ഹിം ത്രൂ ഹിം ഫോർ ഹിം, അത് ഇംഗ്ലീഷിലാണ് കറക്റ്റ് ആയിട്ട് പറയുന്നത്. എല്ലാം അവനിൽ നിന്നും അവങ്കിലേക്ക് അവനിലൂടെ. അപ്പൊ എന്ന് പറഞ്ഞാല് അന്ന് ശരിക്കും പറഞ്ഞ ആർത്തമിസ് ദേവിയുടെ ദേവാങ്കണത്തിൽ അല്ലെങ്കിൽ അന്ന് വേദിക്കലിൽ പൗലോസ് പറയാണ്, നിങ്ങൾ അറിയാതെ സേവിക്കുന്ന ദൈവം ഒന്ന് പൗലോസ് കാണിച്ചു കൊടുക്കുകയാണ്. കാരണം ഇത് സത്യത്തിന്റെ വഴിയാണിത്. എല്ലാവരിലും എല്ലാ മനുഷ്യരിലും ദൈവമുണ്ട്, ആ ദൈവ സാന്നിധ്യം ഉണ്ട്. അതാണ് പൗലോസ്ലിയ കൊലോസ്യർക്ക് ലേഖനപ്പെടുന്ന ക്രൈസ്റ്റ് ഈസ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി എന്ന് ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് നിങ്ങൾ അതെന്ന് പറയുന്നത്. അത് മാത്രമല്ല, റോമാലേഖനം 15-ാം അധ്യായം 35-ാം വാക്യം മുതൽ എടുത്ത് വായിക്കുമ്പോൾ ദൈവത്തിന്റെ ജ്ഞാനം കുറിച്ച് അവിടെ വ്യക്തമായിട്ട് പറയുന്നത്, അതിന്റെ ആഴം, അതിന്റെ ഉയരം, എത്ര അപ്രമേയം എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവത്തിന് മന്ത്രിയായിരുന്നവൻ ആര്, അവന് വല്ലത് പ്രതിഫലം വാങ്ങുന്നവൻ ആര്, സകലതും അവനിൽ നിന്നും അവനിലൂടെ എന്ന് പറഞ്ഞാൽ ബൈ ഹിം ത്രൂ ഹിം ഫോർ ഹിം, എല്ലാം അവനിൽ നിന്നാണ് ഉണ്ടായത്. ഇത് സകല മനുഷ്യന്റെ ദൈവ സാന്നിധ്യമുണ്ട്, ദൈവകൃപയുണ്ട്. ഇതിനെ നമ്മൾ തിരിച്ചറിയുന്നതിന് പകരം നമ്മൾ എന്തോ ദൈവത്തെ നമ്മൾ സ്വീകരിക്കണം, അതിനെന്തൊക്കെയോ ക്രിയകൾ ചെയ്യണം, കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ളൊരു പഠിപ്പീരാണ് മുഴുവൻ ഈ മതങ്ങളുടെ പഠിപ്പീര്. അപ്പൊ ഇതാണ് അച്ഛൻ പറഞ്ഞതാണ് യഥാർത്ഥ സത്യം. ഏഥൻസിലെ പ്രസംഗം എന്ന് പറഞ്ഞാൽ അന്ന് അക്കാലത്ത് ലോകത്തിലെ ജ്ഞാനത്തിന്റെ കേന്ദ്രമാണ് ഏഥൻസ്. ഗ്രീക്ക് സംസ്കാരത്തിന്റെയും സാഹിത്യത്തിന്റെയും തത്വചിന്തയുടെയും കളിത്തൊട്ടിലാണ് പുരാതന ഒളിമ്പിക്സും ഒക്കെ നടക്കുന്ന ഏഥൻസ് എന്ന് പറയുന്ന ഗ്രീക്ക് സംസ്കാരത്തിന്റെ തലസ്ഥാനം. അതുപോലെ രണ്ടാമത് ഗ്രീക്കിന്റെ ഒരു തലസ്ഥാനമായിട്ട് വീണ്ടും അവര് അലക്സാണ്ട്രിയയെ ഉയർത്തിക്കൊണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഏഥൻസ് എന്ന് പറയുന്ന ആ തത്വചിന്തയുടെയും ലോകത്തിന്റെ സമസ്ത അറിവുകളുടെയും കേദാരഭൂമിയായിരിക്കുന്ന ഏഥൻസിൽ വിവിധ രൂപങ്ങൾ ആ പട്ടണത്തിലുണ്ട്, വിവിധ ദേവീദേവന്മാരുടെ രൂപങ്ങൾ അവിടെയുണ്ട്. അപ്പൊ ഏഥൻസിലുള്ള ആളുകളെ സംബന്ധിച്ച് അന്ന് വരെ അറിയുന്ന സംസ്കാരങ്ങളെ മുഴുവൻ സ്വാംശീകരിക്കുകയും സമന്വയിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഉന്നതമായ ചിന്തയുള്ള എലീറ്റ് ക്ലാസ് പീപ്പിൾ അവിടെ ഉണ്ടായിരുന്നു. അവര് പുതിയ അറിവ് വല്ലതും ഇവൻ പറയുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ആകാംക്ഷയോടെ ഓരോ പ്രസംഗകരെയും അവർ ശ്രദ്ധിക്കുമായിരുന്നു. അപ്പൊ അരയോപക കുന്നിൽ അവിടെ ചെല്ലുന്ന പുതിയ തത്വചിന്തകർക്ക് അവരുടെ തത്വചിന്ത അവതരിപ്പിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിലെ ലണ്ടനിലെ ഹൈഡ് പാർക്ക് കോർണർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇപ്പൊ മലയാളികളൊക്കെ ധാരാളം ലണ്ടനിലുള്ളതുകൊണ്ട് അറിയാം. ഹൈഡ് പാർക്ക് കോർണറില് ആർക്കും പ്രസംഗിക്കാം, അവിടെ എപ്പോഴും ഒരു ഓഡിയൻസ് ഉണ്ട്. അപ്പൊ അവിടെ വൈകുന്നേരങ്ങളിൽ വരുന്ന ആളുകളുടെ അഭിപ്രായങ്ങളെ കേൾക്കാൻ കാതോർക്കും. ഇന്ന് ആധുനികമായ വാർത്താവിനിമയ സംവിധാനങ്ങളും സാധാരണ ജനങ്ങൾക്ക് സംവദിക്കാൻ വാട്സാപ്പ്, യൂട്യൂബ്, ക്ലബ് ഹൗസ് അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പഴയ കാലത്ത് അങ്ങനെ ഇല്ലാഞ്ഞപ്പോൾ ആർക്കും തങ്ങളുടെ ശബ്ദത്തെ കേൾപ്പിക്കാനുള്ള ഒരു അവസരം ഹൈഡ് പാർക്ക് കോർണറിൽ ഉണ്ടായിരുന്നു. അന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടനിൽ പൊതുജന അഭിപ്രായം സ്വരൂപിക്കാൻ മലയാളിയായ VK കൃഷ്ണമേനോൻ പതിവായി ഹൈഡ് പാർക്ക് കോർണറിൽ പ്രസംഗിക്കുമായിരുന്നു. ഹൈഡ് പാർക്ക് കോർണറിലെ VK കൃഷ്ണമേനോന്റെ പ്രസംഗം ബ്രിട്ടനിലെ പൊതുജനങ്ങളുടെ ഇടയിൽ ഇന്ത്യക്ക് അനുഭാവപൂർവമായ ഒരു മനോഭാവം ഉണ്ടാക്കാനൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഇന്നുമുണ്ട്. ഇന്നിപ്പോ ഹൈഡ് പാർക്ക് കോർണറിൽ പ്രസംഗം മുഴുവൻ ദാവാക്കാരാ, മുസ്ലിങ്ങളാണ്, അള്ളാഹു ദൈവമാണെന്ന് പ്രസംഗിക്കുന്നവരെ കൊണ്ട് അവിടെ നിറഞ്ഞിരിക്കാൻ. അപ്പൊ ഹൈഡ് പാർക്ക് കോർണർ ഇപ്പോഴും ആക്റ്റീവാണ്. അവിടെ നിങ്ങൾക്ക് എന്നാൽ നിങ്ങളുടെ അഭിപ്രായം പറയാം.
ഇതുപോലെ ഒരു ഹൈഡ് പാർക്ക് കോർണർ പോലെ പൊതുജനങ്ങൾക്ക് പ്രസംഗിക്കാനുള്ള ഒരു സ്ഥലം അരബിയോപക കുന്നിലേക്ക് പൗലൂസ് ലീഗ ചെല്ലുമ്പോ അവിടെയുള്ള ആളുകൾ ഇവൻ എന്താണ് പുതുതായി പറയാൻ പോകുന്നത്? അപ്പൊ പട്ടണം മുഴുവൻ ചുറ്റി നടന്ന പൗലോസ് അപ്പോസ്തലൻ, എല്ലാ ദേവീദേവന്മാരും അവിടെയുണ്ട്, നോൺ ഗോഡ്സ് എല്ലാം അവിടെയുണ്ട്, അറിയപ്പെടുന്ന ദേവന്മാരെല്ലാം ഉണ്ട്. അപ്പോ അജ്ഞാത ദേവൻ, അൺനോൺ ഗോഡ്, ഇനി ഏതെങ്കിലും നമ്മൾ അറിയാത്തതും ഈ ലോകത്ത് ഒരു ഗോത്രവും ആരാധിക്കാത്തതും ആരും എത്തിപ്പിടിക്കാത്തതും ആരും പരാമർശിക്കാത്തതുമായ മറ്റൊരു ദൈവം ഇനി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അബദ്ധത്തിലെങ്ങാം ഉണ്ടെങ്കിൽ അവനും ഇരിക്കട്ടെ ഒരു ഷെയർ എന്ന് പറഞ്ഞ് ഈ ഏതൻസിലുള്ളവർ ഒരു കാലിയായ വേദിക്കല്ല് വെച്ചിട്ടുണ്ട്. ഇനി പുതിയ ദൈവമോ അറിയാത്ത ദൈവമോ ഉണ്ടോ, ഇനി ഉണ്ടാകാമോ? ആ വേദിക്കല്ലിന്റെ മുമ്പിൽ നിന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ ആ ജനത്തെ അഡ്രസ് ചെയ്തിട്ട് പറയാണ്, ഇതാ ഈ അജ്ഞാത ദൈവത്തെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആണ്. ഈ പറഞ്ഞ ഇസ്രായേലിന്റെ ഗോത്ര ദൈവമായ യഹോവയെ കുറിച്ച് ഏതൻസിലുള്ളവർക്ക് അറിയാം, അവർ കേട്ടിട്ടുണ്ട്, ശ്രുതി കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ അറിയാം, അദ്ദേഹത്തെ കുറിച്ചുള്ള ഭീതി ചുറ്റുമുള്ള ദേശങ്ങളിൽ വീണ സമയങ്ങളുണ്ട്. അവര് പല രാജ്യങ്ങളെയും വിറപ്പിച്ച സമയമുണ്ട്. പർവ്വതങ്ങൾ വിറയ്ക്കുകയും കുന്നുകൾ തുള്ളുകയും സമുദ്രം നടുങ്ങുകയും ചെയ്യുന്ന വിധത്തിൽ, ഭൂമി വിറയ്ക്കുന്ന വിധത്തിൽ പെട്ടകവുമായി ആർത്തുകൊണ്ട് സൈന്യങ്ങളുമായി വന്ന് ആളുകളെ കൊന്നു കൊലവിളിച്ച് ഇസ്രായേലിനെയും ഇസ്രായേലിന്റെ ദൈവത്തെയും അറിയാത്തവരല്ല ഏതൻസിലുള്ളവർ. പൗലോസ് അപ്പോസ്തലൻ അവരെ വഞ്ചിക്കല. പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ന്യൂ ഗോഡ്, നിങ്ങൾക്കറിയില്ല, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അവന്റെ ശബ്ദം കേട്ടിട്ടില്ല, അവന്റെ രൂപം കണ്ടിട്ടില്ല എന്ന് യോഹന്നാൻ ശ്ലീഹ പറയുന്ന ആ ദൈവം, സർവശക്തനായ ദൈവം, ഇന്ന് വരെ ഒരു മതവും അവതരിപ്പിക്കാത്ത വിധത്തിൽ ഉലക സ്ഥാപനത്തിന് മുമ്പ് വിശുദ്ധരും നിഷ്കളങ്കരുമായി നമ്മെ കണ്ട ആ പിതാവിനെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. സോ ഏതൻസിലെ പ്രസംഗം വളരെ ക്ലിയർ ആണ്. ഏതൻസിലെ പ്രസംഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രവൃത്തികളുടെ പുസ്തകം 17 അധ്യായത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ അതിനകത്ത് ഇസ്രായേലിന്റെ തിരുവെഴുത്തുകളെ അല്ല, മറിച്ച് യഥേന്യരുടെ തിരുവെഴുത്തുകളെ തന്നെ എടുത്തുദ്ധരിച്ചിട്ട് പറയുകയാണ്, നിങ്ങളുടെ കവിവരന്മാരും പറയുന്നു. അപ്പൊ സകല മനുഷ്യരിലേക്കും ഈ സത്യത്തിന്റെ സ്ഫുരണങ്ങൾ ആദ്യകാലം മുതൽ വന്നിരുന്നു എന്നും എല്ലാ സംസ്കാരങ്ങളിലും ചിന്തകളിലും സാഹിത്യത്തിലും ഒക്കെ ഈ സത്യത്തിന്റെ ബഹിർസ്ഫുരണങ്ങളെ ഭാഗികമായി കാണാൻ കഴിയുമായിരുന്നു എന്നും ഉള്ള ആ നമ്മുടെ നിലപാടിനെ സാധൂകരിക്കുന്ന, സാക്ഷ്യപ്പെടുത്തുന്ന ഒരു പ്രസംഗമാണ് പ്രവൃത്തികളുടെ പുസ്തകം 17 അധ്യായത്തിലുള്ളത്. അപ്പൊ അത് മോനച്ചൻ പാസ്റ്റർ പറഞ്ഞപ്പോ ഞാൻ അത് ഓർക്കുകയായിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. താങ്ക് യു പാസ്റ്റർ. നാം ജീവിക്കുകയും ധരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നത് അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിൽ ചിലർ നാം അവന്റെ സന്താനം എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ത് ക്ലിയർ ആണ്! നാം ദൈവത്തിന്റെ സന്താനം എന്ന് വരികയാൽ ദൈവം മനുഷ്യന്റെ, അപ്പം ദൈവത്തിന്റെ സന്താനമാണ് എന്ന് പോലും വ്യക്തമായിട്ട് പൗലോസ് അഥേനയിലെ പ്രസംഗത്തിൽ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞു. അവരെഴുത്തുകളിൽ അത് എഴുതി വെച്ചിരിക്കുക, നിങ്ങളുടെ കവിവരന്മാർ എഴുതി വെച്ചിരിക്കുകയാണെന്ന് വ്യക്തമായിട്ട് അവിടെ പൗലോസ് വെളിപ്പെടുത്തുകയാണ്. അത് മാത്രമല്ല പാസ്റ്റേ, അതിനോടനുബന്ധിച്ചാണ് ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രേമവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കർത്താവിന്റെ മനസ്സറിഞ്ഞവനാർ, ദൈവത്തിന്റെ മനസ്സറിഞ്ഞവനാരെ. ഇവർ ഈ പറയുന്നതിന് കണക്കാന്നോ? ഈ പെന്തക്കോസ്തുകാർ പറയുന്നതിന് കണക്കാന്നോ? ദൈവത്തിന്റെ മനസ്സിനെ ഇവരെ കയ്യിലിരിക്കാന്നാ പറയുന്നത്. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ പിന്നീട് പറയുന്നുണ്ട്, വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, ഞങ്ങൾക്ക് ആ മനസ്സുണ്ട്. നമ്മളാണ് ദൈവത്തിന്റെ മനസ്സറിഞ്ഞവരെ.